അപ്പോൾ ഗൈസ് ഇന്ന് ഡേ 4 60-ഡേ ഹാർഡ് സ്റ്റഡി ചലഞ്ചിലെ. ഇന്ന് ആദ്യമായിട്ടാണ് 5:30 എണീക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു 4-ാം തീയതി അടിപൊളിയാക്കണമെന്ന്. ഇനി മെല്ലെ റൂൾസ് മാറ്റേണ്ടി വരും. രാവിലെ 5 മണിക്കൊന്നും നീക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, നല്ല പണിയാണ്. എന്താ അറിയില്ല, ഫാൻ ഇടാതെ കിടന്നിട്ട് 5:30 എണീറ്റ്. ഫാൻ ഇട്ടുണ്ടെങ്കിൽ നീക്കിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ റിവിഷൻ ചെയ്യണം. 5:30 മുതൽ 7 മണി വരെ റിവിഷൻ ചെയ്യണം. അതിന് മുന്നേ ഇപ്പോൾ പോയിട്ടൊന്ന് കോൾഡ് വാട്ടറിൽ ഫ്രഷ് ആയിട്ട് വരാം. അതാകുമ്പോൾ പിന്നെ 7 മണിക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വരെ 7:30 റെസ്റ്റ് എടുക്കുക. അതാകുമ്പോൾ പിന്നെ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് 6 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കെമിസ്ട്രി റിവൈസ് ചെയ്യാൻ പോവാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ഇന്നലെ എടുത്ത് അതിന് റിവൈസ് ചെയ്യണം. അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫിസിക്സ് റിവൈസ് ചെയ്യാണ്ട് അപ്പോൾ നേരെ തുടങ്ങുകയാണ്. ഇത് കുറച്ച് ലെങ്ത്തായ വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5:30 തുടങ്ങിയിട്ട് ബാക്കിയുള്ള സാധാരണ വീഡിയോസ് 9 മണിക്കാണ് തുടങ്ങാറ്. ഇതിപ്പോൾ 5:30 തുടങ്ങിയത്. അപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ ഗൈസ് 7:50 ഇപ്പോൾ നമ്മളെല്ലാം റിവൈസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഒന്നും കഴിഞ്ഞില്ല. ഫിസിക്സും കെമിസ്ട്രിയും ഇന്നലെ എടുത്ത് കഴിഞ്ഞിരുന്നു. പക്ഷെ അധികം റിവൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ചടപ്പുണ്ട്. എന്താ അറിയില്ല, ഒരു പഠിച്ചതന്നെ അങ്ങനെ പഠിക്കുന്ന കാര്യം. എന്നാലും റിവൈസ് ചെയ്തില്ല, ഓർമ്മയുണ്ടാവില്ല. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ചക്ക് എത്ര പാഠം തീർന്നു അത് മൊത്തം റിവൈസ് ചെയ്യുക. പിന്നെ എക്സാമൊക്കെ ഉണ്ട്, അതൊക്കെ പ്ലാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഡേ 3 ആണ്, ഡേ 4 ആണെന്ന്. ഡേ 3 വരെ കഴിഞ്ഞു. ഡേ 2 ഫ്ലോപ്പ് ആയിരുന്നു. ഡേ 1 ഉം 2 പറഞ്ഞ വ്യക്തമേ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ബ്രേക്കാണ്. ഇനി 8:30 തുടങ്ങും. അപ്പോൾ ഗൈസ് 8:35 ആയിട്ടുണ്ട്. ഇവിടെ ടൈം ടേബിൾ ഉണ്ടാക്കിന് ഇന്നത്തെ ഷെഡ്യൂള്. ഡേ 4 സ്ലോട്ട് 1 കെമിസ്ട്രി കെമിക്കൽ ഇക്വിലിബ്രിയം പാർട്ട് 2, സ്ലോട്ട് 2 ഫിസിക്സ് മോഷൻ പ്ലെയിൻ പാർട്ട് 2, സ്ലോട്ട് 3 മാത്സ് ട്രിഗ്നോമെട്രി പാർട്ട് 5 ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈം ടേബിളാണ്. അത്യാവശ്യം അത്ര വലിയ വീഡിയോ ഒന്നുമില്ല. കെമിക്കൽ ഇക്വിലിബ്രിയം മാത്രം 2 മണിക്കൂറുള്ളൂ. അത് തികഞ്ഞില്ലെങ്കിൽ മോഷൻ പ്ലെയിനിൽ പിടിക്കാനും കഴിയും. കുഴപ്പമില്ലാത്ത ടൈം ടേബിളാണ്. അപ്പോൾ തുടങ്ങുകയാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഗായ്സ് 1:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ തീർന്നിട്ടുണ്ട് കെമിസ്ട്രി. 1 മണിക്ക് തീർന്നില്ല, അതിനോണ്ടാണ് 1:30 കുത്തിരുന്നത്. ഇനിയിപ്പോൾ 1:30 ബ്രേക്ക് എടുത്തിട്ട് 2 മണിക്ക് പിന്നെയും പഠിക്കുക വിചാരിച്ച്. അപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോവാണ്. ഇതുവരെ ഹൈപ്പർ ലാബ്സിലൊന്നും വെച്ചില്ലായിരുന്നു, വീഡിയോൻ്റെ ലെങ്ത്ത് എല്ലാം കൂടും വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയുള്ള ഹൈപ്പർ ലാബ്സിലൊക്കെ ഉച്ചയ്ക്ക് ശേഷമുള്ളത്. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 2 മണി കഴിഞ്ഞു. ഇപ്പോൾ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ബ്രില്യൻറ്റിൽ എക്സാമിൻ്റെ റാങ്ക് പബ്ലിഷ് ചെയ്തത്. ഇനി ആ റാങ്ക് നോക്കുകയാണ്. അത്ര റാങ്ക് വന്നു. ഫസ്റ്റ് ശ്രീഹരി 95 മാർക്ക്, A++. അങ്ങനത്തെയൊക്കെയാണ്. എൻ്റെ ഇവിടെ ഒന്നും കാണില്ല. എന്തായാലും 70 താഴ്ത്തിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതാ. ഇത്രേ ഉള്ളൂ. എൻ്റെ റാങ്കൊന്നും കാണാനും കൂടി ഇല്ല. 41, 65 മാർക്കാണ് ലാസ്റ്റ്. അപ്പോൾ ഗൈസ് വേറെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതും ശ്രീഹരി നോക്കട്ടെ, എൻ്റെ കാണുന്നുണ്ട് നോക്കട്ടെ. 65, 70 താഴ്ത്തി നിർഗുലോ. 75 റാങ്ക് എവിടെ? 75, 8 മാർക്ക്, 75 B+. അപ്പോൾ ഇപ്പോൾ ഈ മാർക്കാണ്. ഇനി 1.5 മാസം കഴിയുമ്പോൾ എന്തായാലും ടോപ്പ് 10 ഞാൻ കയറിയിരിക്കും, അത് ഉറപ്പാണ്. വേറെ വർത്താനില്ല. അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ 2 മണിക്കൂറുള്ള കെമിസ്ട്രി പഠിച്ചു തീർത്തു.
ഇന്ന് ഡേ 4 എന്നാ അത് ടിക്കറ്റട്ടെ. ഇനിയിപ്പോൾ മോഷൻ പ്ലെയിൻ പാർട്ട് 2 ആണ്. അതിപ്പോൾ ഇതാ 1 മണിക്കൂറും 44 മിനിറ്റും ഉണ്ട്. എന്തായാലും തീരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ചെറിയ പണി കിട്ടും. മീറ്റിങ്ങിൽ പങ്കെടുക്കണം. മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിൻ്റെ ലൈവാണ്. അതിൽ പങ്കെടുക്കണം. അപ്പോൾ കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ. മാക്സിമം പിന്നെ 1 മണിക്കൂറുള്ളൂ. അതിനോണ്ട് കുഴപ്പമില്ല. ട്രിഗണോമെട്രി അത്യാവശ്യം അറിയണമല്ല, അത് കണ്ടില്ല, പുതിയതാണ്. അപ്പോൾ തുടങ്ങുകയാണ്. ഹൈപ്പർ ലാബ്സിലൊക്കെ ഉണ്ട്. ഇവിടെയാണ് വെക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടൊന്നും കാണില്ല, ഒരു ഇതിട്ടില്ല. ഇപ്പോൾ ഇവിടെ വെച്ചോക്കട്ടെ. ഇപ്പോൾ ഗൈസ് 3:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. ഇനിയിപ്പോൾ എക്സസൈസ് ചെയ്യണം. എന്തായാലും നാളെ 4 മണി എന്ന് പറഞ്ഞിട്ട് 4:25 ആയിന്. അപ്പോൾ എന്തായാലും 4:10 പറയുന്നുണ്ട്. അതിന് നേരത്തെ വരാനാണ് ചാൻസ് ഇല്ല. എന്നാലും 4:10 ബ്രേക്ക് എടുക്കുന്നത്. അത്രയും നേരം ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 4:10 പറഞ്ഞിട്ട് 4:30 അതങ്ങനെയാണ്. ഇപ്പോഴത്തെ ബ്രേക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഈ സമയത്ത് 4 മണി ആ സമയത്തെ ബ്രേക്കാണ് കൂടുന്നത്. ഇപ്പം തണുത്ത വെള്ളത്തിൽ കുളിച്ച് വന്നിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പോൾ ചൂടുമ്പോൾ കൊടുത്തിട്ട് ചെയ്യുക. പിന്നെ വേറൊരു സീൻ കിട്ടി. ലാപ്ടോപ്പ് ഓണാവില്ല. ഇനിയിപ്പോൾ എങ്ങനെ ടൈം ലാപ്സിൽ വെക്കും, ഹൈപ്പർ ലാപ്സിൽ വെക്കും. ഇനിയിപ്പോൾ ഞാൻ ഫോണിൽ കാണേണ്ടി വരും. പണി കിട്ടി. ഓണാവും. ഇതെന്ത് ഓണാവത്തെന്നറിയില്ല. വാറൻറ്റി ഉണ്ട്. ഇനി എന്തായാലും കാണിച്ചു നോക്കണം. അടിച്ച് പോയിന്നാണ് തോന്നുന്നത്. അപ്പം ഇനി പഠിക്കാൻ പോകണം. ഹൈപ്പർ ലാപ്സിലൊക്കെ ആയില്ല. അപ്പോൾ ഗൈസ് ഇപ്പോൾ ലാപ്ടോപ്പ് ഓണായിട്ടുണ്ട്. എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ നെക്കിയപ്പോൾ ഒന്ന് ഇങ്ങനെ കറങ്ങി കളിച്ച് ഓണായിന്. ഇനിയിപ്പോൾ ഇതിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് 6:30 ആയിട്ടുണ്ട്. വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫിസിക്സും പിന്നെന്താ രാവിലെ ഏതോ ഒന്നും കൂടി ഉണ്ടായിരുന്നു. കെമിസ്ട്രി ഇക്വിലിബ്രിയം കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താ ക്ലിയർ ആവത്ത് ഗൈസ്? ഫിസിക്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 6:30 ആയി. ഇനിയിപ്പോൾ 7 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ബ്രേക്കാണ്. ഹൈപ്പർ ലാബ്സ് വെക്കും 7 മണിക്ക്. അപ്പോൾ ഗൈസ് ഇപ്പോൾ 2 സ്ലോട്ട് തീർത്തിട്ടുണ്ട്. 7:05 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ലോട്ട് ട്രിഗണോമെട്രിയാണ്. സ്ലോട്ട് 3 പാർട്ട് 5. അവിടെ സീനില്ല കാണാം. ഇന്നല്ല ഡൗട്ട് ക്ലിയറൻസിൻ്റെ ലൈവുള്ളത്. ഇന്ന് ഹോംവർക്കാണുള്ളത്. അത് ചെയ്യണം. അതിപ്പോൾ ചെയ്യുന്ന വീഡിയോ എടുക്കണം. എന്നാൽ ഹൈപ്പർ ലാബ്സിൽ വെക്കുന്നുണ്ട്. ഹോംവർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് എക്സാമൊക്കെ ഹോംവർക്കൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അത്രയൊക്കെ കുറേ തെറ്റാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ മാർക്ക് ഇവിടെ കാണിക്കും. എന്താണ് എൻ്റെ എക്സാം പ്ലീസ് വെയിറ്റ് എന്നൊക്കെ കാണിക്കുന്നു. 90 മാർക്ക് കിട്ടിന്. 24 കറക്റ്റും 6 ഇൻകറക്റ്റുമാണ്. ഇത് എത്രയാ മാർക്ക് എന്നറിയില്ല. 84 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഞാൻ 25 ഇട്ടുള്ളൂ എന്ന് പറഞ്ഞ് കയറിയാണ്. 90 മാർക്ക്. 100-ലാണെങ്കിൽ 100 ഒരിക്കലല്ല. എന്താ എവിടെയും കാണില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഹോംവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പഠിക്കാൻ തുടങ്ങാണ്.
അപ്പോൾ ഗൈസ് 9 മണിയായിട്ടുണ്ട്. ഇത് ഫുള്ള് ക്വസ്റ്റ്യൻസാണ്, അധികമൊന്നും മനസ്സിലാവില്ല. അതിനോണ്ട് ഇനിയിപ്പോൾ 9:30 തുടങ്ങാൻ വെച്ചിട്ടാണ്. ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 9:25 ഉണ്ട്. ഇപ്പോൾ തുടങ്ങാൻ പോവാണ് മാത്സ്. ആദ്യമായിട്ടാണ് ഒരു ബ്രേക്കെങ്കിലും പറഞ്ഞ് 9:30 എന്ന് തന്നെ പറഞ്ഞ് അതിൻ്റെ മുന്നേ തുടങ്ങുന്നത്. അതാദ്യമായിട്ടാണ്. പിന്നെ ഒരു ബ്രോ പറഞ്ഞിരുന്നു ഈ നോട്ട് എഴുതി പഠിക്കുന്നതിനെക്കാട്ടി നല്ലതെന്ന് തോന്നുന്നത് ഇതാണ് അതിൻ്റെ PDF ഒക്കെ നോക്കി പഠിക്കാൻ. അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി ഒരു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പാർട്ടുണ്ട്. അതിൻ്റെ ഒരു പാഠം തന്നെ 30 പേജൊക്കെ ഉണ്ട്. എഴുതി കഴിയുമ്പോൾ തന്നെ നല്ല ടൈം എടുക്കുന്നു. ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ നമ്മളൊരു ടീച്ചർ മെൻറ്റർ പറഞ്ഞ് എഴുതി തന്നെ പഠിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ PDF കിട്ടുമെന്ന് നോക്കണം. ഇനി അങ്ങനെ ചെയ്യണം, അതാണ് നല്ലതെന്ന് തോന്നുന്നത്. സംഭവം പിന്നെ പോയിൻറ്റ്സ് ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ പോയിൻറ്റ്സ് ആണെങ്കിൽ പോയിൻറ്റ്സ് ആക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിൻറ്റ്സ് ചെയ്താണെങ്കിൽ അത് മാത്രമാകുമ്പോൾ ടൈം അത്ര വേണ്ടിയില്ല. പക്ഷെ അങ്ങനെ എഴുതാനും കഴിയില്ല. നോക്കണം. ഇനി ഇപ്പോൾ തുടങ്ങാണ് ക്ലാസ്. അപ്പോൾ ഗൈസ് 11:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് ക്വസ്റ്റ്യൻസ് തീർന്നത് മാത്സിലെ. ഇപ്പം 3 സ്ലോട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ ടിക്ക് ഇട്ടിട്ടുണ്ട്. അതല്ലേ ഡേ 4 ആണ്. ഇതാ ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 11 മണിക്കാണ് ശരിക്കും ഉറങ്ങേണ്ടത്. പക്ഷേ ഇനി മുതൽ 12 മണിക്ക് ഉറങ്ങിയിട്ട് 6 മണിക്ക് എണീക്കുക ചേച്ചി. 6 മണി 6:30 അല്ലാതെ കഴിയൂല. രാവിലെ എണീക്കാൻ നല്ല പണിയാണ്. എന്താ അറിയില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ എന്താ പിന്നെ സ്റ്റഡി ഇതിൻ്റെ ലെക്ചർ നോട്ട്സ് നോക്കി ഞാൻ ബ്രില്യൻ്റ് ആപ്പിൽ. അപ്പോൾ അതിലുണ്ട്, നോട്ട്സ് ഉണ്ട്. പക്ഷേ അവർ ബോർഡും എഴുതിയതല്ല, വേറെ പേപ്പറിലേക്ക് എഴുതിയ മാതിരത്തെ നോട്ട്സാണ്. അതൊരു സുഖം കിട്ടില്ല. എന്നാലും അതിന് നോക്കി നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുകയാണ്. ഇവിടെ ഡേ 4 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അത് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ ചലഞ്ചസ് ഇനിയും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്.